ഇന്നൊരു ബീഫ് റെസിപ്പി കണ്ടാലോ? ബീഫ് ചില്ലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു സവോള ഇവ മാത്രം ഇട്ട് വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്ത ബീഫാണ് ഇത്. ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. 3 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ മതി. വറ്റമുളക് ആവശ്യത്തിന്, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇതിൽ ചെറിയുള്ളി മാത്രം കുറച്ചധികം എടുക്കണം കേട്ടോ. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ചെറിയുള്ളി. ഇനി നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അധികം ചൂടാവുന്നതിന് മുമ്പേ തേങ്ങാക്കൊത്ത് ഇടണേ, ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തിൻ്റെ കളർ വേഗം മാറും. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതുവരെ മൂപ്പിച്ചെടുക്കണം നമ്മൾ. ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇടണം. തേങ്ങാക്കൊത്ത് സൂക്ഷിച്ച് മൂപ്പിച്ചെടുക്കണേ, കരിഞ്ഞു പോവരുത് കേട്ടോ. കറിവേപ്പില ഇടുമ്പോഴും നമ്മൾ പ്രത്യേകമായി ഒരു കളർ ശ്രദ്ധിക്കണം. കറിവേപ്പിലയുടെ പച്ച കളർ മാറരുത്. കറുത്ത കളറായി പോയാൽ കറിയുടെ ടേസ്റ്റ് പിന്നെയും കുറയും. കറിവേപ്പില മൂത്ത് വരട്ടെ കേട്ടോ. സിമ്മിൽ വെച്ചേക്കുന്ന കാരണം അധികം തിരക്ക് കൂട്ടാതെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നതിന് സമയം കൊണ്ട് നിങ്ങളൊരു സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് കേട്ടോ. കൂടെ ഒരു ലൈക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് വറ്റൽമുളക്, തുടർന്ന് ചെറിയുള്ളി ഇവ കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് ഇടുമ്പോഴും സിമ്മിൽ തന്നെ ആയിരിക്കണേ, ഇല്ലെങ്കിൽ എല്ലാവരും ചുമച്ച് ഒരു പരുവാകും. തുടർന്ന് ഇതിനെ സിമ്മിൽ തന്നെ വെച്ച് മൂപ്പിക്കുന്നതാണ് കേട്ടോ ഏറ്റവും സൗകര്യം. കാരണം ഈ ചെറിയുള്ളി നമ്മൾ അധികം എണ്ണ ചേർക്കാത്തത് കൊണ്ട് ഇത് വഴന്ന് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ചേർത്ത് ചെറു തീയിൽ വെച്ച് വറ്റിച്ചെടുക്കുക. നല്ല കറുത്ത നിറത്തോടു കൂടിയ ബീഫ് ഫ്രൈ കിട്ടും. ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇടാം കേട്ടോ. ഞാൻ ഈ ബീഫൊന്നും കഴിക്കാറില്ലാത്ത കൊണ്ട് ഉണ്ടാക്കാറുമില്ല. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ് കേട്ടോ. ചില്ലികൾ മാത്രം കഴിച്ചു വളരുന്ന നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഒന്ന് കട്ടായി പോകുന്നുണ്ടേ, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ.